ഗ്രേസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ അതുപോലെ തന്നെ റെസിപ്പീസും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ച 2 റെസിപ്പി തന്നെ ഏറ്റവും ആദ്യം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള മിക്സ് എങ്ങനെ റെഡിയാക്കി വെക്കാമെന്നാണ് കേട്ടോ ആദ്യം കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കിത് വലിയ ഉരുളിയിൽ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് അടുപ്പിലാണ് കേട്ടോ തീ കത്തിച്ചിരിക്കണേ. നമുക്ക് ഒരുപാട് ഏരിയ ഒന്നും ഇല്ലാത്ത കാരണം കുറച്ചൊരു ഏരിയയിലാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഇൻഡാലിയത്തിൻ്റെ പുതിയൊരു ഉരുളി ഇതിന് വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ സവോളയും അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, ഒപ്പം നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് എണ്ണയിൽ വഴണ്ട് വരുന്ന സമയത്തേക്ക് അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തു. ആദ്യം ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ചേർത്ത് കൊടുത്തത് കാശ്മീരി ചില്ലിയാണ്. കാരണം മക്കൾക്കൊക്കെ ഇത് കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ അധികം എരിവായി കഴിഞ്ഞാൽ അവരത് കഴിക്കില്ലല്ലോ. അത് കാരണം ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ അതിലേക്ക് ഞാൻ കുക്കറിൽ നന്നായി കഴുകി വേവിച്ച് വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന കീമയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നെസ്റ്റോന്ന് അരിഞ്ഞിട്ട് കീമയായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് നന്നായിട്ട് നമുക്ക് വയറ്റ് റെഡിയാക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചില്ലി പോർക്കാണ് നിങ്ങൾ ചോദിച്ച റെസിപ്പി. അപ്പോൾ ചില്ലി പോർക്ക് പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം പോർക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സവോള, ക്യാപ്സിക്കം, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്തിട്ട് എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന റെസിപ്പീസൊക്കെ പെർഫെക്റ്റ് റെസിപ്പിയാണ്. കാരണം നമ്മുടെ വീട്ടിൽ നമ്മളെ സഹായിക്കാനായിട്ട് വല്ലപ്പോഴും നമ്മുടെ ഗീത ചേച്ചി വരുന്ന കാര്യം പറയാറുണ്ട്. ഗീത ചേച്ചി ആണെങ്കിൽ കാറ്ററിങ് നടത്തുന്ന ആളാണ്. ഒപ്പം 2000-3000 പേർക്കൊക്കെയാണ് സദ്യ ആയാലും നോൺ വെജ് ആണെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കുക. അപ്പം ചേച്ചി എനിക്ക് പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ചേച്ചി ഇവിടെ ഉണ്ട് ഇന്ന്. അപ്പോൾ എനിക്ക് മേൽനോട്ടം കറക്റ്റാണ്. അപ്പോൾ പിന്നെ കറക്റ്റ് റെസിപ്പിയാണ്. നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. ഇനി ഇത് വല്ലാണ്ട് വഴണ്ട് വരണ്ട. ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് ചില്ലി സോസ്, അതുപോലെ തന്നെ ടൊമാറ്റോ സോസ്, പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് സോയാ സോസ്. ഈ സോസുകളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നുറുക്കി വെച്ചിരിക്കുന്ന പോർക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. പോർക്ക് നമ്മൾ പുറത്തൊലിയെല്ലാം കളഞ്ഞ് കുക്കറിൽ നന്നായി ഒന്ന് പുഴുങ്ങി വേവിച്ചെടുത്തതിന് ശേഷമാണ് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുന്നത്. എന്നിട്ടാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ വീട്ടിൽ നോർമൽ യൂസ് ചെയ്യുന്ന കാരണം ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നവർക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ സമയത്ത് ഭയങ്കര ഒരു റെഡിഷ് കളറ് വരും. നമുക്കിത് അത്യാവശ്യം നല്ല റെഡാണ്. പിന്നെ ഇതിലേക്ക് സെലറി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താലും റെഡിയാണ്. അപ്പോൾ ഇനി നമ്മുടെ റെസിപ്പി പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതൊന്ന് തണുത്ത് വരട്ടെ. ആ സമയത്ത് കുക്കിങ്ങിൻ്റെ ബാക്കി കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ മുന്നിലേക്ക് എത്തിയ സമയത്ത് അപ്പനും മക്കളും കൂടി ഇരുന്ന് പുൽക്കൂടിൻ്റെ പണിയാണ് കേട്ടോ. പുല്ല് മുറിക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അവർ പുൽക്കൂട് സെറ്റ് ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ പുല്ല് നടലും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തോ ഒരു കാര്യം അവർക്ക് വാങ്ങാനുണ്ട്. അതിനുള്ള പോക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് താക്കോലെടുത്തതേ ഇറങ്ങുന്നുണ്ട്. അപ്പോഴാണ് അറിയണേ പുൽക്കൂടിൻ്റെ സൈഡിൽ അവർക്ക് വേലി കെട്ടാനായിട്ട് സ്ട്രോ ആവശ്യമുണ്ട്. രാത്രി 9 മണിയാണ് കേട്ടോ. അപ്പനും മക്കളും കൂടെ കൂടിയിട്ട് അത് വാങ്ങാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ പുറത്തുള്ള ഉരുളി തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് അകത്തേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തിട്ടാണ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ഈ 2 റെസിപ്പി നിങ്ങൾ എന്നോട് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് എടുത്തേ. നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് വെറുതെ കുറേ നേരം കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ബീഫിൻ്റെയും അതുപോലെ തന്നെ ചിക്കൻ്റെയും ഒന്നും ഞാൻ വീഡിയോ എടുത്ത് ഡീറ്റെയിൽ ചെയ്യാത്തത്. നാളികേര കൊത്തിട്ടാണ് നമ്മൾ ബീഫ് വെച്ചിരിക്കണേ. അതുപോലെ തന്നെ ചിക്കൻ
റോസ്റ്റ് ചെയ്തതിന് ശേഷം, അതായത് വറുത്തെടുത്തതിന് ശേഷമാണ് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയത്. ഇതിപ്പം പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് സോപ്പ് എടുത്തുകൊണ്ട് പോണ കണ്ട് ഞാൻ ഫ്രണ്ടിൽ വന്ന് നോക്കിയതാണ് എന്താ കഥ എന്ന്. അപ്പോൾ അവർ പുൽക്കൂടിന് മഞ്ഞിടാൻ വേണ്ടിയിട്ട് എടുത്താന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുന്നതായിരുന്നു അത്. പിന്നെ ഞാനന്ന് വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം മോർണിംഗിൽ ഡേ ടൈമിൽ എനിക്ക് കുറച്ച് അധികം തിരക്കായിരുന്നു. അധികം തിരക്കെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന കുറച്ച് തിരക്കുകളില്ലേ, അങ്ങനെ പെട്ടുപോയതാണ്. അപ്പോൾ പിന്നെ വൈകുന്നേരമാണ് കേട്ടോ പിന്നെ വീഡിയോ എടുത്തത്. പുൽക്കൂടിൻ്റെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റും മാലബൾബും കാര്യങ്ങളൊക്കെ കൊടുത്തു, ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ടു. നമ്മൾ കാർഡ്ബോർഡും പുല്ലും വെച്ച് വളരെ നാച്ചുറലായിട്ടാണ് കേട്ടോ പുൽക്കൂട് സാധാരണ ഉണ്ടാക്കുക. റെഡിമെയ്ഡ് വാങ്ങുന്നതിനോട് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീട് മൊത്തത്തിലൊന്ന് ഒരുക്കി ഒന്ന് സെറ്റാക്കി വെക്കാം. ഈവനിങ്ങിൽ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ, സാധാരണ അങ്ങനെ വരുന്നത് പതിവുണ്ട്. അപ്പോഴത്തേക്കും ഒന്ന് ആ ഏരിയ ഞാൻ വാഷ് ഏരിയ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അവിടെ ഇരിക്കുന്ന ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ നമ്മുടെ ഡെറ്റോളിൻ്റെ ബോട്ടിലായിരുന്നു, ഒന്നും കാണില്ല അതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ. അപ്പം വെറുതെ കുറച്ച് സമയമുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ എടുത്തിട്ട് ഹാൻഡ് വാഷ് ഞാൻ റെഡ് വാങ്ങിച്ചതിരിപ്പുണ്ടായിരുന്നു, അത് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ക്രിസ്മസ് ആംബിയൻസ് അതൊക്കെ തന്നെയുള്ളൂ, ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങൾ. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ നമ്മുടെ മക്കൾ ഇതൊക്കെ കണ്ടിട്ട് അവരും ചെയ്യാനായിട്ട് തോന്നുകയുള്ളൂ. അപ്പോൾ ഞാനത് അവിടെ ഒന്ന് സെറ്റാക്കി ടവലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ മിററിൻ്റെ ചുറ്റും ഒരു ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ടേബിളൊന്ന് സെറ്റാക്കി എടുക്കാം. ഇത് ഞാൻ ഈ വർഷം വാങ്ങിയതാണ്. സാധാരണ ഞാൻ ടേബിൾ റണ്ണർ ഗ്രീൻ തുണി അല്ലെങ്കിൽ ഗ്രീൻ മാറ്റ് വിരിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ റെഡ് ടേബിൾ റണ്ണറാണ് ലാസ്റ്റ് ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്തത്. ഈ പ്രാവശ്യം ഞാൻ നല്ല സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള ടേബിൾ ക്ലോത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലാണ് റെഡ് ടേബിൾ റണ്ണർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ലുക്ക് തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ക്രിസ്മസിന് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കുത്തി നിറച്ച് ചെയ്യുന്നതിനേക്കാളും സിമ്പിൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് എനിക്കിഷ്ടം. ഇത് നമ്മുടെ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രേ ആണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊന്ന് ടേബിൾ ഡെക്കർ ചെയ്തെടുക്കുകയാണ്. സിമ്പിൾ, അറിയാവുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ. ഇത് LED ഒരു ക്യാൻഡിലാണ്. അപ്പോൾ നമുക്കതൊന്ന് ഈറ്റത്ത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രത്യേക ലുക്ക് തന്നെയാണ്. പിന്നെ നമ്മുടെ പൈൻ്റെ രണ്ട് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറി, പിന്നെ ഒരു ക്യാൻഡിൽ. ഇത്രയായ നമ്മുടെ ടേബിൾ സെറ്റായിട്ടുണ്ട്. ടേബിൾ ഡെക്കറും കാര്യങ്ങളൊക്കെ ഇത്ര മതി, ഒരുപാട് വേണ്ട. സിമ്പിളായിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ക്യാൻഡിലും കൂടി ഒന്ന് കത്തിച്ചപ്പോൾ തന്നെ ഒരു എലഗൻ ലുക്ക് വന്നതായിട്ട് എനിക്ക് തോന്നി. ഇനി കമൻറ്റൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞോളൂ കേട്ടോ. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ തുടക്കത്തിലേ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താലാണ് ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ കാണാനായിട്ട് എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നെ ചെയ്യുന്ന ആ ഒരു സപ്പോർട്ട് ആദ്യ തുടക്കത്തിൽ ഇനിഷ്യൽ ടൈമിൽ തന്നെ ഒരു ലൈക്ക് കൊടുക്കാനും, അഭിപ്രായം നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോഴല്ലേ നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് തോന്നുള്ളൂ, കറക്ഷൻസൊക്കെ ചെയ്യാനായിട്ട് തോന്നുള്ളൂ. ഒരുപാട് പേരുണ്ട് കേട്ടോ സ്ഥിരമായി കമൻറ്റ് ചെയ്യുന്നവർ. അല്ലാതെ കണ്ടുപോകുന്ന ആരെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഞാൻ പിന്നെ ചെയർ ബാക്ക് കുറേ പ്രാവശ്യം ഇങ്ങനെ ആലോചിച്ചു. ആമസോണിൽ നമ്മളിങ്ങനെ ക്യാപ്പ് ഷേപ്പിലൊക്കെ കണ്ടു. പക്ഷേ എനിക്കെന്തോ വാങ്ങണോ വേണ്ടിയോ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ ചിലതൊക്കെ നമ്മളിങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും അതിങ്ങനെ സ്ഥിരമായിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയപ്പോൾ വീട്ടിൽ ഇഷ്ടം പോലെ ക്യാപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ആ ക്യാപ്പ് ഇങ്ങനെയൊന്ന് ചെയ്തു കൊടുത്തു. സിമ്പിളൊരു ഡെക്കറേഷൻ ആയില്ലേ. പിന്നെ ഈവനിങ്ങിൽ നമ്മുടെ ടേബിൾ സെറ്റാക്കി വെക്കേണ്ടത് കേക്കും വൈനുമാണ്. അപ്പോൾ കേക്ക് വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രാവശ്യത്തെ സ്പെഷ്യലായിട്ട് വാങ്ങിയിരിക്കുന്ന ബക്കറ്റിൽ നമ്മൾ വൈൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഐസ് വൈൻ്റെ ബോട്ടിലാണ് കേട്ടോ കോർക്കൊക്കെ ഉള്ളത്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഗ്രേപ്പ് വൈൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേക്കും വൈനും ഒക്കെ ആയിട്ട് നമ്മുടെ ടേബിൾ സെറ്റായി. ഇനിയിപ്പോൾ ഈവനിങ്ങിൽ ആരെങ്കിലും വന്നാലും നമ്മുടെ ക്രിസ്മസ് ആംബിയൻസ് ലുക്കിൽ നമ്മുടെ ടേബിളും കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഇനി ചെയ്തെടുക്കേണ്ട ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് വീഡിയോ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ സ്റ്റെയർ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നെ ലോങ് വീഡിയോസിൽ അത്രയും ഡീറ്റെയിൽ പറയാത്തത്. ഇനിയിപ്പം വേണം എന്നുള്ളവർക്ക് ഞാൻ വേറെ വീഡിയോയിൽ ഡീറ്റെയിൽ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇന്ന് ഈവനിങ്ങിൽ പള്ളിയിൽ നിന്ന് ക്രിസ്മസ് ഈവാണിത്. ഞങ്ങൾക്കിത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം പള്ളിയിൽ പോയി ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അവർ ക്രിസ്മസ് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ഡോറിൽ ഞാനിങ്ങനൊരു ബോ ആണ് ചെയ്ത് കൊടുത്തിരുന്നതെന്ന് പറഞ്ഞല്ലോ. ഇത് ഞാൻ ലിവിങ് റൂം ഡെക്കറേഷൻ്റെ സമയത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു.
ഇതാണ് നമ്മൾ ലിവിങ് റൂമിൻ്റെ അവിടെയും അതുപോലെ തന്നെ പ്രെയറിൻ്റെ ഏരിയ ഒക്കെ ചെയ്തത്. ഇത് നമ്മുടെ സ്റ്റെയർ എൻഡ് വരെ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഒരു ക്രിസ്മസ് ആംബിയൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ നിങ്ങളെപ്പോഴും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ലിവിങ് റൂമിൽ നിന്ന് എങ്ങനെയാണ് ഡൈനിങ്ങിൽ നിന്ന് എങ്ങനെയാണ് കിച്ചണിലേക്ക് എന്നൊക്കെ ചോദിക്കില്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കറക്റ്റ് പിക്ചർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇനി അടുത്തത് ഞാനൊന്ന് ഈ പ്രാവശ്യം വാങ്ങിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെയാണ്. ക്രിസ്മസ് റീത്ത് വരുന്ന റെഡും ഗ്രീനും തീമിലാണ് നമ്മൾ ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഫുൾ പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഇതിനു മുമ്പ് നിങ്ങളതിൻ്റെ ഡ്രസ്സിങ് ഏരിയ അതൊക്കെ നിങ്ങൾ ചെറിയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മുടെ കിങ് സൈസാണ് ബെഡ് കൊടുത്തിരിക്കണേ. അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ ഒരു ഏതാണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു ക്രിസ്മസ് ലുക്കൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എപ്പോഴും നമ്മൾ പറയില്ലേ, ഞാൻ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ഈ അമ്മമാർക്ക് സ്ഥിരം ഈ കിച്ചണിൽ വന്ന് ഈ പണിയെടുക്കൽ മാത്രമേ പണിയുള്ളൂ എന്ന്. അല്ല കേട്ടോ, ഇങ്ങനെയും നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക. ഇനി കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.